വിധേയമാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ വന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ഇപ്പോഴിതാ ടി സിദ്ദിഖ് MLA അവിടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ടി സിദ്ദിഖ് MLA ആണ്. വാഹനങ്ങൾ നമ്മുടെ കോഴിക്കോട് നഗരം, ഈ കോഴിക്കോട് നഗരത്തിന്റെ വാണിജ്യ പുരോഗതി ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 30 കൊല്ലം മുമ്പ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ 30 കൊല്ലത്തിന് മുമ്പ് കോഴിക്കോട് നഗരത്തിൽ ഉള്ളതിന്റെ ഒരു 100 ഇരട്ടി വ്യാപാര വാഹന ജനസംഖ്യാ വർധനവ് പല രീതിയിലും ഈ നഗരത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് വളർച്ച ഒരു കാരണവശാലും ഉണ്ടായില്ല. അത് നമുക്ക് ഇപ്പൊ ഒരു മറ്റു രീതിയിൽ ആക്ഷേപിക്കാനുള്ള സമയമല്ല ഇത്, ഉള്ള സമയമില്ല. ഇപ്പൊ കൺട്രോൾ ആവട്ടെ. പക്ഷേ എനിക്കുള്ള ഒരു സീരിയസ് ആയ ഒരു കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ 2 തവണ വളരെ തീവ്രമായിട്ടുള്ള തീപിടുത്തമുണ്ടായിട്ടും കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ, ഫ്ളാറ്റുകൾ, വ്യാപാര സമുച്ചയങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഫയർ എക്സിറ്റ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഫയർ സിസ്റ്റത്തിന്റെ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിന്റ് സർക്കാരിന്റെ കയ്യിൽ. പ്രധാനപ്പെട്ട മാർക്കറ്റ് ല്ലോ ഇവിടെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് എന്നുള്ളത്. ഈ ബസ് സ്റ്റാൻഡിൽ JCB കൊണ്ടുവന്ന് കുത്തിപ്പൊളിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിന് ആ സിസ്റ്റം, ഫയർ സിസ്റ്റം നിലവിലില്ല എന്നുള്ളതാണ് അതിനർത്ഥം. ഗുരുതരമായ പാളിച്ച വന്നിട്ടുണ്ട്. സർക്കാർ അതൊക്കെ പരിശോധിക്കട്ടെ. പരിശോധിച്ച് വളരെ ഗൗരവതരമായിട്ടുള്ള മാറ്റങ്ങളും ഇടപെടലും നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇങ്ങനെ കോഴിക്കോട് നഗരത്തെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഈ കോഴിക്കോട് ബീച്ചിൽ 4 യൂണിറ്റും അതുപോലെ ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നത് സിംഗിൾ യൂണിറ്റായി മാറി. അപ്പൊ സിംഗിൾ യൂണിറ്റിന് കോഴിക്കോട് നഗരത്തിൽ 4 ഫയർ സ്റ്റേഷൻ പ്രപ്പോസൽ 4ഉം അടയിരുന്നില്ലാതെയാക്കി. ഒരു നടപടിയും. ഇപ്പോ മെഡിക്കൽ കോളേജിലെ ഈ 2 വലിയ ദുരന്തം നടന്നതിന് ശേഷവും നമ്മൾ ഉണർന്നിട്ടില്ല. അത് വളരെ സീരിയസ് ആയിട്ട് പാളിച്ചയാണ്. ആ പാളിച്ചയ്ക്ക് തിരുത്തി ഇനിയൊരു അപകടം ഇല്ലാത്ത രീതിയിൽ കോഴിക്കോട് നഗരം 34 കൊല്ലക്കാലമായി കോഴിക്കോട് നഗരത്തിൽ ഫയറിന്റെ സ്ട്രെങ്ത് ഇതുവരെ കൂടിയിട്ടില്ല. ഫയർ സ്റ്റേഷന്റെ നമ്പർ കൂടിയിട്ടില്ല. നിങ്ങൾ വെള്ളിമാടുന്ന് ഫയർ സ്റ്റേഷൻ ആരംഭിച്ചപ്പോൾ മീൻചന്തയിലെ സ്ട്രെങ്ത് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ സ്ട്രെങ്ത് പുതുതായി ആരംഭിച്ചില്ല. അപ്പൊ സ്ട്രെങ്ത്, ഫയറിന്റെ അത്യന്താധുനിക സംവിധാനങ്ങളും ഉപകരണങ്ങളും ട്രെയിൻഡ് സ്റ്റാഫും സ്ട്രെങ്ത്തും വർദ്ധിപ്പിക്കാനും പുതിയ സ്റ്റേഷൻസ് ഉണ്ടാക്കാനുള്ള ഫുൾ സംവിധാനം കോഴിക്കോട് നഗരത്തിൽ ഉണ്ടാവണം. കോഴിക്കോട് നഗരം മലബാറിന്റെ സ്ഥിരാകേന്ദ്രവും കേരളത്തിലെ കൊച്ചി കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര സംവിധാനം, വ്യാപാര കേന്ദ്രത്തിൽ എക്കണോമിക് ക്യാപിറ്റലായി ഡെവലപ്പ് ചെയ്യുന്ന സൈബർ സംവിധാനം പോലും ഉള്ളതായിരിക്കുന്ന പാർക്ക് ഉൾപ്പെടെ എല്ലാ സംവിധാനവും ഉള്ളതായിരിക്കുന്ന ഒരിടത്ത് ഇതിന് വേണ്ടത്ര സുരക്ഷയില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള പാളിച്ചയും ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അതിൽ സർക്കാരിന്റെ സമീപനം, സർക്കാരിന്റെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ഇതുവരെ കാര്യക്ഷമത ഇല്ല. അത് തുറന്നു പറയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2 തവണ തീപിടുത്തം ഉണ്ടായിട്ടും സർക്കാരിന്റെ ഉണർന്നുള്ള പ്രവർത്തികൾ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവണം. അതാണ് പറയുന്നത്. അല്ല, ഞാൻ രാഷ്ട്രീയമല്ല. അതിപ്പോ ഞാൻ ഉൾപ്പെടെ ജാഗ്രത വേണമല്ലോ. ഇപ്പൊ ഒരു വിഷയം ഉണ്ടായാൽ ഉടനെ കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട ബിൽഡിംഗ്, പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ, അതിൻ്റെയൊക്കെ ബ്ലൂ പ്രിന്റ്, ഫയർ സംവിധാനങ്ങൾ ഉണ്ടോ, അതിനുള്ള നടപടികൾ, ആ ഫയറിന്റെ NOC അവർക്ക് മുഴുവൻ എല്ലാ ബിൽഡിങ്ങിനും കിട്ടിയിട്ടുണ്ടോ, ആ കിട്ടിയതായിരിക്കുന്ന സ്ഥലത്ത് ഫയർ എക്സ്റ്റിംഗ്വിഷറും സംവിധാനങ്ങളും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടോ, ഇതിന്റെ പരിശോധനയും ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവണമല്ലോ. ആ ഉണ്ടാവാനുള്ള നടപടി സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഉള്ള ഫയർ സ്റ്റേഷൻ മുഴുവൻ നമ്മളത് നിർത്തലായി. ഈ കാലിക്കറ്റ് നഗരത്തിൽ എങ്ങനെ ഇതുപോലെയുള്ള ദുരന്തം ആവർത്തിക്കപ്പെടുന്നു? ഉണ്ടാവാൻ പാടില്ലാത്ത കൊണ്ട് ആവർത്തിക്കപ്പെടുന്നു. ഇത് ഒരിക്കലും ഇനി ആവർത്തിക്കാൻ സാധ്യമല്ല. അതിനുള്ള അടിയന്തര നടപടി ഉണ്ടാവും. ഇവിടെ കോഴിക്കോട് നഗരത്തിൽ കൃത്യമായ ഫയർ സംവിധാനങ്ങൾ ഇല്ലാത്തത്, അല്ലെങ്കിൽ സംവിധാനങ്ങൾ നീക്കിയത്, അതൊക്കെ തന്നെയാണ് ഇത്തരമൊരു വലിയ അപകടത്തിലേക്ക് നയിക്കുന്നതിൻ്റെ ഒരു കാരണം. അതായത് സാധാരണ രീതിയിൽ കൃത്യമായി അണയ്ക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഈ ഒരു ദുരന്തം കെടുത്താമായിരുന്നു എന്നുള്ളതാണ്. സർക്കാർ സാഹചര്യം ഇനിയുണ്ടാകരുത്. അത് രാഷ്ട്രീയാരോപണമായി ഉന്നയിക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്.
ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ കൃത്യം ഈ ഒരു കോഴിക്കോട് നഗരത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും തയ്യാറാക്കി സർക്കാർ നീങ്ങണം. ഒപ്പം തന്നെ ഒരു അഗ്നിരക്ഷാ നിലയം അടക്കമുള്ള, ഒപ്പം ഈ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും കൊണ്ടുവന്ന ഫയർ എഞ്ചിൻ സംവിധാനം പോലെയുള്ള, കോഴിക്കോട് വിമാനത്താവളത്തിലെ സംവിധാനം പോലെയുള്ള ഒരു സംവിധാനം കൃത്യമായി തന്നെ ഈ കോഴിക്കോട് നഗരത്തിൽ 2 തവണ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുകയുരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ ഇപ്പോഴിതാ ഈ വലിയൊരു അപകടം, കോഴിക്കോട് സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഏറ്റവും വലിയൊരു അപകടം ഇവിടെ ഉണ്ടായി. ആ സാഹചര്യം പൂർണ്ണമായും